സജിത കൊലക്കേസിൽ ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപനം അല്പസമയത്തിനകം വരാനിരിക്കുന്നു. ചെന്താമരയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് വിധി പ്രഖ്യാപിക്കുക. ശിക്ഷാവിധി അറിയാൻ സജിതയുടെ മക്കളും കോടതിയിൽ എത്തിയിട്ടുണ്ട്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ചെന്താമര മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ല, അപ്പോൾ കോടതിക്കകത്തേക്ക് പോയിരിക്കുന്നു. ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രതീക്ഷിക്കാമോ? തീർച്ചയായും സ്മൃതി, അല്പസമയത്തിൽ തന്നെ ചെന്താമര കേസ്, സജിത വധക്കേസിലെ വിധി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പറയുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ചെന്താമര ഈ ഒരു കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകം 2019 നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഏറെ വിചാരണകൾക്കൊടുവിലായിരുന്നു ചെന്താമര ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചെന്താമരയോട് ചോദിച്ച സമയത്ത് ചെന്താമര ഒന്നും പ്രതികരിച്ചിരുന്നില്ല. പല ഘട്ടങ്ങളിലായിട്ട് തെളിവെടുപ്പിനുൾപ്പെടെ കൊണ്ടുവന്ന സമയത്ത് താൻ ചെയ്തത് ശരിയാണെന്ന് ആവർത്തിക്കുന്ന ചെന്താമരയായിരുന്നു. അതിനിടയിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരന്റെ മാതാവായിട്ടുള്ള ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരുന്നു. ജനങ്ങളുടെ വലിയ പ്രതിഷേധമൊക്കെ തന്നെ നമ്മൾ കണ്ടതായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന 3 നിഷ്ഠൂര കൊലപാതകങ്ങൾ, അതിൽ 2019 ആദ്യഘട്ടത്തിൽ നടത്തിയ കൊലപാതകം, സജിത എന്ന് പറയുന്ന യുവതിയെ തന്റെ ഭാര്യയായിട്ടുള്ള വിലാസിന് വീട്ടിൽ നിന്നും പിണങ്ങിപ്പോകാൻ കാരണമായത് സജിതയാണെന്ന് സംശയിച്ചുകൊണ്ടായിരുന്നു ആസൂത്രിതമായത് കൊലപാതകം നടത്തിയതെന്നുള്ളതായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത്. ഏറെ നാടകീയമായിരുന്നു ആ ഒരു സംഭവം. സജിത ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് സജിതയെ വെട്ടിനുറുക്കിയതിനു ശേഷം രക്തം വാർന്നു കിടന്ന സജിതയുടെ ആ രക്തത്തിലൂടെ നടന്നു നീങ്ങിയ ചെന്താമര പിന്നീട് നെല്ലിയാമ്പതി വനമേഖലകളിലേക്കായിരുന്നു രക്ഷപ്പെട്ടിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ സുധാകരനും അമ്മ ലക്ഷ്മിയൊക്കെ തന്നെ പോലീസിന് പരാതി നൽകിയതായിരുന്നു. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതായിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായിട്ടുള്ള സുരക്ഷിത മേഖലയിലേക്ക് അവരെ മാറ്റിയില്ല. ചെന്താമരയെ പിടികൂടാത്തത് പിന്നീട് നടന്ന 2 കൊലപാതകങ്ങൾക്കും കാരണമായി എന്നുള്ളതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് സജിതയുടെ മക്കളും ചൂണ്ടിക്കാണിച്ചിരുന്നത്. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതൊക്കെ തന്നെ പിന്നീട് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി വിചാരണ നടന്ന സമയത്ത് തന്നെ ഏകദേശം 44 സാക്ഷികളായിരുന്നു ഹാജരായത്. സാക്ഷി മൊഴികൾ തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായത്. കൊലപാതകം നടത്തിയതിനു ശേഷം ചെന്താമര തന്റെ ബന്ധുവിനെയും ഒരു സുഹൃത്തിനെയും വിളിച്ച് താൻ കൊലപ്പെടുത്തിയ വിവരം കുറ്റസമ്മതം നടത്തിയിരുന്നു. ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ കുറ്റസമ്മതം നടത്തിയതിനു ശേഷമായിരുന്നു അയാൾ നെല്ലിയാമ്പതി വനമേഖലകളിലേക്ക് രക്ഷപ്പെട്ടിരുന്നത്. വിശപ്പ് സഹിക്കാനാവാതെ 2 ദിവസത്തിന് ശേഷം അയാൾ തിരിച്ചു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായത് ചെന്താമരയുടെ ഭാര്യ തന്നെയായിട്ടുള്ള വിലാസിനിയുടെ മൊഴിയാണ്. അദ്ദേഹം കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം, ആ ഒരു ഷർട്ട് കൊലപാതകയായിട്ടുള്ള ചെന്താമരയുടേതാണെന്ന് വിലാസിന് സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ഒരു കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ച ആയുധം, കൊടുവാൾ ഉൾപ്പെടെ ഈ ചെന്താമരയുടെ തന്നെയാണ് ഭാര്യ വിലാസിന് സ്ഥിരീകരിച്ചുൾപ്പെടെ കേസിൽ നിർണായകമായിരുന്നു. അയൽവാസിയായിട്ടുള്ള പുഷ്പയുടെ മൊഴിയും കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു. പല ഘട്ടങ്ങളായിട്ട് സജിതയെ കൊലപ്പെടുത്തുമെന്ന് അയൽവാസികളോട് ചെന്താമര പറഞ്ഞതായും അയൽവാസികൾ ആ തരത്തിലുള്ള മൊഴിയും നൽകിയിരുന്നു. അത്തരത്തിൽ 44 മൊഴികൾ നിർണായകമായി ഒരു കേസ് ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ ചെയ്തിട്ടില്ലെന്ന് നിഷേധിക്കാൻ ചെന്താമര തയ്യാറാവാത്തതും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോക്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി. കേസുമായി ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിൽ ചില സാക്ഷികളൊക്കെ തന്നെ പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ട് ചെന്താമരയെ പേടിച്ചതുകൊണ്ടായിരുന്നു അയാൾ ഏതെങ്കിലും ഘട്ടത്തിൽ ജാമ്യത്തിലിറങ്ങി തിരിച്ച് നാട്ടിലേക്ക്, ഈ പോത്തുണ്ടി പോയൻ നഗർ മേഖലയിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ അവരെയൊക്കെ തന്നെ വകവരുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെയുള്ള അയൽവാസികളായിട്ടുള്ള പുഷ്പ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ഭയപ്പാടോടുകൂടിയായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ ഒരു ഘട്ടത്തിലായിരുന്നു പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നത്. എന്തായാലും അവരൊന്നും തന്നെ പിന്മാറിയില്ല. കഴിഞ്ഞ ദിവസം കോടതിയിലെത്തി കൃത്യമായിട്ടുള്ള മൊഴി നൽകി. ആ മൊഴികളൊക്കെ തന്നെ കേസിൽ നിർണായകമായി. കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകം നടത്തുന്നതിനു വേണ്ടി കൃത്യമായ ആസൂത്രണത്തോടെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെന്താമര സജിതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത്. കൊടുവാള് കയ്യിലെടുത്തുകൊണ്ട് അതിക്രമിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ശിക്ഷാവിധി എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സജിതയുടെയും സുധാകരന്റെയും മക്കൾ ഏറെ വൈകാരികമായിട്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതാണ്. ചെന്താമരയ്ക്ക് ഏറ്റവും കടുത്ത ശിക്ഷ എന്നുള്ളതാണ് സജിതയുടെ മക്കളുടെ പ്രതികരണം. മാത്രമല്ല, ജാമ്യത്തിൽ പോലും പുറത്തിറങ്ങിയാൽ ഭീഷണിയുണ്ട്, ജീവന ഭീഷണിയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഭീഷണി നേരത്തെ മുഴക്കിയിട്ടുമുണ്ട് ഇയാൾ. അതുകൊണ്ട് തന്നെ ആ ഭയവും ആ കുട്ടികളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല എന്നുള്ളതല്ലേ പ്രതിഭാഗത്തിന്റെ വാദം, മുബഷീർ? തീർച്ചയായും അത്തരത്തിലുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ ചെന്താമര ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് താൻ അത് ചെയ്തു എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. മറിച്ച്
ഈ ആയുധങ്ങൾ തൻ്റേതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ, പോലീസ് കണ്ടെത്തിയ തെളിവുകളൊക്കെ തന്നെ തൻ്റേതാണെന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കുറ്റകൃത്യം താനാണ് ചെയ്തതെന്ന് അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. വളരെ കൗശല ബുദ്ധിയോടുകൂടിയാണ് ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇയാൾ പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ടർ സംസാരിച്ച സമയത്തും പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും കോടതി തന്നെ അയാൾ കുറ്റക്കാരാണ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം നിർണായകമായിട്ടുള്ള പല തെളിവുകളും പോലീസ് ശേഖരിച്ചതാണ്. ശാസ്ത്രീയ തെളിവുകളുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായി മാറിയത് അയാളുടെ വസ്ത്രം തന്നെയാണ്. കൊലപാതക സമയത്ത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രം അത് അയാളുടെ തന്നെയാണെന്ന് ഭാര്യയായിട്ടുള്ള വിലാസിനി സ്ഥിരീകരിച്ചതായിരുന്നു. അതോടൊപ്പം തന്നെ ആ സംഭവ ദിവസം അയാളുടെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ബന്ധുവിനെയും വിളിച്ച് കുറ്റസമ്മതം നടത്തിയിരുന്നു. തൻ്റെ ഭാര്യയായിട്ടുള്ള വിലാസിന് പിണങ്ങിപ്പോകാൻ കാരണമായിട്ടുള്ള സജിതയെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്, കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ വൈരാഗ്യം തീർത്തിട്ടുണ്ട്. ഇനി അവരുടെ ഭർത്താവിനെയും അതോടൊപ്പം തന്നെ അമ്മയെയും കൊലപ്പെടുത്തുമെന്നുള്ളതായിരുന്നു ഇവരെ വിളിച്ച് കുറ്റസമ്മതം നടത്തിയിരുന്നത്. അവരുടെ മൊഴിയൊക്കെ തന്നെ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിട്ടുണ്ട്. അയൽവാസികളുടെ മൊഴിയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടായി മാറി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ ചെന്താമര കുറ്റക്കാരനാണ്, ആസൂത്രിതമായി നടത്തിയൊരു കൊലപാതകമാണ്, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി നടത്തിയൊരു കൃത്യമാണെന്നൊക്കെ തന്നെ നിരീക്ഷിച്ചൊരു സാഹചര്യത്തിൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. വധശിക്ഷ തന്നെ ലഭിക്കണം. അല്ലാത്തപക്ഷം വീണ്ടും ജാമ്യത്തിലിറങ്ങുന്ന ചെന്താമര പൊത്തുണ്ടി ബോയൻ നഗറിലേക്ക് എത്തിക്കൊണ്ട് സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തും. ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരിക്കുന്ന അയൽവാസികൾക്കെതിരെ അദ്ദേഹം ആക്രമണം നടത്തുമെന്നുള്ളതാണ് അവിടെയുള്ള അയൽവാസികൾ, ബന്ധുക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ കൊലപ്പെടുത്തിയിട്ടുള്ള സുധാകരന്റെ മക്കളൊക്കെ തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ നടത്തിയതാണ്. അപ്പോൾ എന്തായിരിക്കും കോടതി വിധി എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അല്പസമയത്തിനുള്ളിൽ തന്നെ നിർണായകമായിട്ടുള്ള കോടതി വിധി വരുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ചെന്താമര അല്പസമയം മുമ്പാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി സംസാരിക്കാനുള്ള ചെന്താമര ഇക്കഴിഞ്ഞ രണ്ട് സമയത്തും കോടതിയിലേക്ക് എത്തിച്ച സമയത്ത് മൗനമായിരുന്നു. മാധ്യമങ്ങളോടൊന്നും തന്നെ അയാൾ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ ശരിയായിരുന്നു ഈ കുറ്റകൃത്യം എന്നുള്ളത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ അയാൾ പറഞ്ഞിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ രണ്ട് തവണയും ഒന്നും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അല്പസമയത്തിൽ തന്നെ ഒരു കോടതി വിധി നമുക്ക് പ്രതീക്ഷിക്കാം. മക്കൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു വധശിക്ഷയാകുമോ, കടുത്ത ശിക്ഷ ലഭിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അല്ലാത്ത പക്ഷം എന്തായിരിക്കും കോടതിയുടെ തുടർ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 3 കുറ്റകൃത്യങ്ങളാണ് ചെന്താമര ചെയ്തിട്ടുള്ളത്. 2019 ആദ്യഘട്ടത്തിൽ നടത്തിയ സജിതയുടെ കൊലപാതകം, സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ജാമ്യത്തിലിറങ്ങിയായിരുന്നു 2025 ഈ വർഷം ജനുവരിയോടുകൂടി സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും സുധാകരന്റെ മാതാവായിട്ടുള്ള വയോധികയായിട്ടുള്ള സ്ത്രീ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരുന്നത്. സമാനമായ രീതിയിലുള്ള സമാന സ്വഭാവത്തിലുള്ള 3 കുറ്റകൃത്യങ്ങൾ ഒരേ മേഖലയിൽ വെച്ച് നടത്തിയെന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു കുറ്റകൃത്യം അവിടെ നടന്ന സമയത്ത് തന്നെ നാട്ടുകാരും ഇവരുടെ ബന്ധുക്കളും ചൂണ്ടിക്കാണിച്ചതാണ്. ഇയാൾ ഇനിയും സമാന രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്, സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ പോലീസ് അത് നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സുധാകരനും അമ്മ ലക്ഷ്മിയും വീട്ടിൽ തനിച്ചുണ്ടായിരുന്ന സമയത്ത് സുധാകരൻ സ്കൂട്ടറിൽ ഒരു മേഖലയിലേക്ക് പോകുന്ന സമയത്ത് പിൻഭാഗത്തുനിന്നും വെട്ടിവീഴ്ത്തുന്നു, കൊലപാതകം നടത്തുന്നു. വയോധികയായിട്ടുള്ള അമ്മ ലക്ഷ്മിയും സമാനമായ രീതിയിൽ വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് മരണം ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു അയാൾ ഉൾവനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നത്. പിന്നീട് നടന്നത് ഏറെ നാടകീയമായ സംഭവങ്ങളായിരുന്നു. ചെന്താമരയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊത്തുണ്ടി ബോയൻ നഗറിലെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി പോലീസിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ച. അല്ലാത്തപക്ഷം അയാൾ വീണ്ടും ഈ മേഖലയിലേക്ക് കടന്നുവരും, തങ്ങളെയൊക്കെ തന്നെ അപായപ്പെടുത്തും, ആക്രമിക്കും എന്നുള്ളതായിരുന്നു അവർക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയായിരുന്നു. കാരണം വിശേഷം 2019 ഒരു കൊലപാതകം നടന്നിട്ടും അയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. വനമേഖലയിലേക്ക് പോയ ചെന്താമര നെല്ലിയാമ്പതി വനപ്രദേശത്തു നിന്നും പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അയാളുടെ വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പെരുമാറ്റമുള്ള മാനസിക വൈകൃതം എന്ന് പോലും വിശേഷിപ്പിക്കാൻ അതിനപ്പുറത്തുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രകടിപ്പിക്കുന്ന അതീവ കൗശല ബുദ്ധിയുള്ള ഒരു കൊടും ക്രിമിനലായിട്ടുള്ള വ്യക്തി ആ നിലയിൽ പെരുമാറിയത് വലിയ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും സജിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയൊരു പശ്ചാത്തലത്തിൽ, നിരീക്ഷിച്ച പശ്ചാത്തലത്തിൽ ഇനി എന്തായാലും ശിക്ഷാവിധി എന്തായിരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. കടുത്ത ശിക്ഷ ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.